എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഞാൻ ഇവനോട് പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാന്ന് സിസ്റ്ററെ ഇതാന്ന് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ എത്ര തന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്. അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ ഓൻ തരൂല. ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസയല്ലേ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയിൽ നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ